ബഹുമാന്യരെ, സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന 2 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഡോക്ടർ രാധാകൃഷ്ണൻ അടുക്കം എഴുതിയ മലയുടെ മക്കൾ, അതുപോലെ തന്നെ പ്രൊഫസർ ഡോക്ടർ ആർ ദയാനന്ദ ബാബു എഴുതിയ സ്നേഹവും കരുതലും തന്മയീഭാവവും. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററായ ഡോക്ടർ MR തമ്പാൻ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയുടെ മക്കൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ S രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഉന്നതാധികാരി സമിതിയുടെ അംഗമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹവും കരുതലും തന്മയീഭാവവും എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഡോക്ടർ P ചന്ദ്രമോഹൻ. അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ 2 പുസ്തകങ്ങളും ഏറ്റുവാങ്ങുന്നത് അന്താരാഷ്ട്ര ശ്രീനാരായണ പഠന കേന്ദ്രം മുൻ ഡയറക്ടറായ ഡോക്ടർ B സുഗീതയാണ്. മാഡത്തിന് സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നന്ദി പറയുന്ന ശ്രീമതി സിന്ധു സുരേഷാണ്. സിന്ധുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ പ്രധാന വ്യക്തികൾ ശ്രീ രാധാകൃഷ്ണൻ അടുക്കം. അദ്ദേഹത്തിൻ്റെ മലയുടെ മക്കൾ എന്ന പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം കർമ്മത്തിലേക്ക് കിടക്കുന്നത്. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ പല വിഭാഗങ്ങളിൽ പ്രവർത്തിച്ച് അവസാനം ഗവൺമെൻറ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ ജോലിയിൽ നിന്ന് വിരമിക്കുകയും അതിനുശേഷം ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും ചെയ്ത വ്യക്തിയാണ്. മലയോര മഹാസഭയുടെ മുഖപത്രമായ ആദി ഉഷസിൻ്റെ ചീഫ് എഡിറ്ററാണ്. മുടങ്ങാടൻപള്ളി രാമൻകുട്ടിയുടെ ജീവചരിത്രം, ഇലവിഴ പൂഞ്ചിറയും ശ്രീ ഭദ്രകാളി ക്ഷേത്രവും, ഐരമല, മലയനാട്ടിലെ മല അരയന്മാർ എന്നിവ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ്. ഈ കൃതിയിലാണെങ്കിൽ നൂറ്റാണ്ടുകളായി നവീകരണങ്ങളുടെ മറവിൽ നഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ജീവനുള്ള കഥയാണ് പറയുന്നത്. അവരുടെ കൃഷി ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ നാണ്യവിളയോടുള്ള അഭിനിവേശവും കൂടിച്ചേരലിൻ്റെ ശക്തിയും അവരുടെ ദുഃഖങ്ങളും നിഷ്കളങ്കതയും ഒക്കെയാണ് ഈ കഥകളിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. സദ്ഭാവന ട്രസ്റ്റ് അങ്ങേയറ്റം സന്തോഷത്തോടെ ഈ പുസ്തകത്തെ ഏറ്റുവാങ്ങി ഇവിടെ പ്രകാശന കർമ്മത്തിലേക്ക് എടുക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ ദയാനന്ദ ബാബു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അന്ധവിശ്വാസങ്ങൾക്കും അജ്ഞതയ്ക്കുമെതിരെ ആരോഗ്യ സാക്ഷരത സന്ദേശവുമായി പ്രമുഖ സർജനായ ഇദ്ദേഹം തൻ്റെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ കൂടി പങ്കുവയ്ക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾക്കിടയിലും ഒരു ഡോക്ടറുടെ സ്നേഹപൂർവ്വമായ സാന്ത്വനത്തിന് എന്തുമാത്രം വിലയുണ്ടെന്ന് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതിന് പകരം വയ്ക്കാനായി മറ്റൊന്നുമില്ലെന്ന് ഈ പുസ്തകം നമ്മളെ മനസ്സിലാക്കി തരുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് ഡോക്ടർ ദയാനന്ദ ബാബു സാറിന് ധാരാളം അനുഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അതുപോലെ തന്നെ ചൈനീസ് ഭാഷയിലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ എമിരറ്റസ് ഓഫ് സർജറിയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കാൻ തന്നതിന് അങ്ങേറ്റം സന്തോഷമുണ്ട് സദ്ഭാവന ട്രസ്റ്റിന്. തുടർന്നും ഈ ഇതേപോലെയുള്ള പുസ്തകങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ സദ്ഭാവന ട്രസ്റ്റ് 2 പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും എത്രയും ബഹുമാന്യരെ, ഇനി 6 പേര് സംസാരിക്കാനുണ്ട്. ഏതാണ്ട് സമയപരിമിതി മൂലം 5 മിനിറ്റ് നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ എന്ന് ഓർമ്മിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളെ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ രാധാകൃഷ്ണൻ അടുക്കം രചിച്ച മലയുടെ മക്കൾ എന്ന കൃതി, ആ കൃതി അതൊരു ചരിത്ര നോവലാണ്. ആദിവാസികളെക്കുറിച്ച്, മലയരയന്മാരെക്കുറിച്ച്, അവരുടെ ദയനീയ സ്ഥിതികളെക്കുറിച്ച്, ദുരന്തങ്ങളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ്. അതിൽ നായകൻ കേളൻ മകളോട്, ഏറ്റവും ഇളയ മകൾ കേളച്ചി കേളനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് അച്ഛാ ഈ മലയിൽ എത്തിപ്പെട്ടതെന്ന്. അതിന് കേളൻ ഒരു മറുപടിയും പറയുന്നുണ്ട്. ആ മറുപടി ഇതാണ്: അതായത് നമ്മൾ എവിടുന്നോ ആട്ടി ഓടിക്കപ്പെട്ട് ഇവിടെ എത്തപ്പെട്ടാണ്. നമുക്ക് സ്കൂളില്ല, ആശുപത്രിയില്ല, ഇതില്ല, മകൾക്ക് പഠിക്കണം, അതിനും ഇതില്ല. കേളൻ്റെ ആ മറുപടിക്ക് അനുബന്ധമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പുസ്തകത്തിലേക്ക് കടക്കാം. കാരണം ആര്യാവർത്തമുണ്ടായപ്പോൾ ഇവിടേക്കും ദക്ഷിണേന്ത്യയിലേക്കും ആര്യാവർത്തമുണ്ടായി. ആര്യന്മാർ അവർ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവികരെക്കാളും വെളുത്തവരും സുന്ദരന്മാരും ഒക്കെ ആയതുകൊണ്ട് ഒരു വിഭാഗം അവരെ 2 കൈയിൽ നീട്ടി സ്വീകരിച്ചു. മറ്റൊരു വിഭാഗം അവർ സവർണരായി, മറ്റ് വസ്തുക്കളും മറ്റുമൊക്കെ അവർക്ക് ലഭിച്ചു. ഒരു വിഭാഗം അതിനെ എതിർത്തു. ആ എതിർത്തവരുടെ വസ്തുക്കളെല്ലാം കണ്ടുകെട്ടി. അതിനെ തുടർന്ന് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അവർ പിന്നെ ചെത്തും നെയ്ത്തും ഒക്കെ ആയിട്ട് മറ്റ് വിശ്വകർമ്മ പണിയൊക്കെ ആയിട്ട് അവർ മറ്റ് തൊഴിലുകളിലേക്ക് പോയി. പക്ഷേ ഒരു വിഭാഗം ആത്മാഭിമാനത്തോടെ പറഞ്ഞു, യാതൊരു കാരണവശാലും ഈ അതീശത്വം ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങളതിനെ ചെറുക്കും. അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവർ നാട് വിട്ട്
മലകളിലേക്ക് പോയി, വനങ്ങളിലേക്ക് പോയി. അവർ ആദിവാസികളായി. ആദിവാസികളിൽ തന്നെ കുറച്ചുകൂടി വിദ്യാഭ്യാസവും സൗകര്യവും ഒക്കെയുള്ള വിഭാഗമാണ് മലയരയന്മാർ. അവർ പ്രകൃതിയോട് പടപെട്ടണം. അവിടെ ഉരുൾപൊട്ടലിലാണ് ഈ കഥ ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാ പ്രതിസന്ധികളെയും ഒരു പരിഭവവുമില്ലാതെ അതിനെ തരണം ചെയ്തുകൊണ്ട് ആ സമൂഹത്തിൻ്റെ വളർച്ചയുടെ കഥയാണ് ഈ കൃതിയിൽ പറയുന്നത്. നടുവട്ടത്തിന് എല്ലാ അഭിനന്ദനങ്ങളും. ഇനിയും കൂടുതൽ കൃതികൾ, ഇത്തരം കൃതികൾ രചിക്കാൻ, ആദിവാസികളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ച് കൊച്ചരിയെത്തി എഴുതിയ നാരായണനെ പോലെ അവരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ ശ്രീ രാധാകൃഷ്ണന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത പുസ്തകം ഒരു വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ളതാണ്, ശസ്ത്രക്രിയ ശാസ്ത്രത്തെക്കുറിച്ചുള്ളതാണ്. അതിൽ ശ്രീ ഡോക്ടർ ദയാനന്ദ ബാബു ബിരുദവും ബിരുദാനന്തര ബിരുദവും സർജറിയിൽ എടുത്തതിന് ശേഷം അദ്ദേഹം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ ട്യൂട്ടറായി കയറി. അത് കഴിഞ്ഞ് അദ്ദേഹം വകുപ്പ് മേധാവിയായി, പ്രൊഫസറായി റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷവും ഇവിടെ പരിയാരത്തും പുഷ്പഗിരിയിലും ഗോകുലം മെഡിക്കൽ കോളേജിലുമൊക്കെ പ്രവൃത്തി ചെയ്ത് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. 50-ൽ പരം വർഷങ്ങളുടെ അനുഭവങ്ങൾ. ആ അനുഭവങ്ങളുടെ അക്ഷരാവിഷ്കാരമാണ് ഈ കൃതി എന്നുള്ളത്. അദ്ദേഹം നേരത്തെ വൈദ്യവൃത്തിയോടൊപ്പം തന്നെ അദ്ദേഹം എഴുത്തിലും വ്യാപൃതനായിരുന്നു. ഇപ്പോൾ സംസ്കൃതത്തിലും അതുപോലെ വളരെ പരന്ന വായന അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഫലമായി തന്നെ ഇംഗ്ലീഷിൽ സർജറിയെക്കുറിച്ച് 2 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. അതുപോലെ തന്നെ സർജറി ശാസ്ത്രം എന്ന പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. 2ാമത്തെ പുസ്തകമാണ് ദയാ കരുണ സാമന്ത എന്ന കൃതി. ഈ കൃതിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു അനുഭവങ്ങളുടെ ആവിഷ്കാരമാണ്. അതായത് മറ്റുള്ളവരുടെ വേദന നമ്മൾ ഡോക്ടർ ഉൾക്കൊള്ളാൻ കഴിയുക, അതാണ് എനിക്ക്. അതിങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഡോക്ടറുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഇതിലെ ഈ അനുഭവങ്ങളിൽ ഒരു അനുഭവം മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താം. കാരണം സമയം പരിമിതി തന്നെ കാരണം അദ്ദേഹം ഹോസ്പിറ്റലിൽ വിട്ടു. അത് കഴിഞ്ഞ് വീട്ടിൽ ഭാര്യയെ കൂട്ടാനായിട്ട്, ഭാര്യ എന്ന ഹൗസ് സർജനാണ്, ഹൗസ് സർജൻ്റെ വാർഡിലേക്ക് 11ാം വാർഡിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഭാര്യ പറയുന്നു, താണ്ട് ഇവിടെ ഒരു രോഗി ആ തിണ്ണയിലിരിക്കുന്നു, കാലൊടിഞ്ഞ ഒരു രോഗിയാണ്. അത് എന്നെ കണ്ടിട്ട് എന്തോ ഒരു സുഖം തോന്നില്ല. ഒരു ആർദ്രമായ മനസ്സിൽ നിന്ന് മാത്രമേ ഒരു രോഗിയെ കാണുമ്പോൾ ആ രോഗിക്ക് സുഖമില്ല, അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുള്ളൂ. അങ്ങനെ ഡോക്ടർ, അത് തന്നെ ദയാനന്ദ ബാബു തന്നെ ആയിരിക്കാം കഥാനായകൻ, അനുഭവങ്ങളായതുകൊണ്ട് ഭാര്യ ഗീത ഇവിടെ വേദിയിലുണ്ട്. ഭാര്യ ഗീത തന്നെ ഡോക്ടർ ഗീത തന്നെ ആയിരിക്കാം കഥാപാത്രം. എന്തായാലും നോക്കിക്കഴിയുന്നുണ്ടെങ്കിൽ സ്പ്ലീൻ പൊട്ടിക്ക് ശരീരത്തിനുള്ളിൽ വയറിൽ വളരെ രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു. അത് ആസന്ന മരണത്തിലേക്ക് കിടക്കുകയാണ്. പെട്ടെന്ന് സർജറി ചെയ്യണം. അദ്ദേഹം സർജറി ചെയ്ത് രോഗി രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ രോഗി പറയുന്നു, അങ്ങ് എൻ്റെ ദൈവമാണ്. പക്ഷേ ഡോക്ടർ പറയുന്നു, ഞാൻ ദൈവമല്ല. എന്നിട്ട് ഡോക്ടർ തന്നെ വായനക്കാരോട് ചോദിക്കുന്നു, എൻ്റെ ഭാര്യ അന്ന് സമയത്തിന് വന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു. ഭാര്യ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അയാളെ നോക്കുമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ തന്നെ ഈ രോഗം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ കഴിവാണോ? അല്ല, എനിക്ക് അതീതമായ ഈ ശക്തി, പ്രപഞ്ചത്തിൻ്റെ നിദാനമായൊരു ശക്തി, ആ ശക്തിയാണുള്ളത്. അപ്പം ഡോക്ടറുടെയും രോഗിയുടെയും ഇടയിലുള്ള ആ വ്യക്തിയെ ഞാൻ ദൈവദൂതൻ എന്ന് വിളിക്കുകയാണ്. ദൈവദൂതന്മാരാണ് ഡോക്ടർമാരെ എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് കഴിഞ്ഞ് ഈ പുസ്തകത്തിലെ എല്ലാ അനുഭവങ്ങളെക്കുറിച്ചുള്ളതാണ്. ഇനി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. പുസ്തകത്തിൻ്റെ സേലിയൻ ഫീച്ചേഴ്സ്, സവിശേഷതകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒന്ന്, വളരെ സങ്കീർണമായ ഈ ശാസ്ത്ര വിഷയങ്ങൾ, സർജറിയെക്കുറിച്ചുള്ളത്. അത് നമുക്ക് മഹത്തായ ഒരു സുശ്രുതൻ്റെ സേവനൻ്റെ വ്യാസൻ്റെയൊക്കെ ഒരു പാരമ്പര്യം നമുക്കിതിലുണ്ട്. എന്നിരുന്നാലും വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഇതിൽ ഉദ്ധരണികളാണ് സാഹിത്യകൃതികളുടെ, ദാർശനിക കൃതികളിൽ നിന്നെല്ലാമുള്ള ഉദ്ധരണികൾ. അത് അദ്ദേഹത്തിൻ്റെ സാഹിത്യവാസനയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു സവിശേഷതയായി ഞാൻ കാണുന്നത്, ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് അവബോധം നൽകുന്നതിന് ഇത് ഉപയോഗിക്കും. ഞങ്ങൾ ആരോഗ്യ പുസ്തകം എന്നൊരു സ്കീം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചിരുന്നു. അതിലും അദ്ദേഹം ഈ സർജറി ശാസ്ത്രത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി തന്നത് ഈ തരുണത്തിൽ ഓർക്കുന്നു. ഞാൻ നീട്ടുന്നില്ല. ഇനിയും ആരോഗ്യശാസ്ത്രത്തിൽ രോഗം വന്ന് ചികിത്സിക്കുന്നതിന് അതീതമായി ആരോഗ്യത്തെക്കുറിച്ച്, ആരോഗ്യം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് അവബോധം നൽകുന്ന ഇത്തരം പുസ്തകങ്ങൾ, ഡോക്ടർമാർക്ക് സ്നേഹവും കരുണയും എമ്പതിയും വേണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഇത്തരം പുസ്തകങ്ങൾ ഇനിയും കൂടുതൽ രചിക്കാൻ ബാബുവിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്ത പുസ്തക പ്രകാശനമാണ്.
ആദ്യമായി പ്രകാശനം ചെയ്യുന്നത് ശ്രീ രാധാകൃഷ്ണൻ അടുക്കം രചിച്ച മലയുടെ മക്കൾ എന്ന പുസ്തകം. നൽകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ബി സുഗീത. അടുത്തതായി പ്രൊഫസർ ഡോക്ടർ ആർ ദയാനന്ദ ബാബു രചിച്ച സ്നേഹവും കരുതലും തന്മയും ഭാവവും എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഡോക്ടർ പി ചന്ദ്രമോഹൻ, ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ബി സുഗീത. സംസാരിക്കുന്നതിനായി ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ രാധാകൃഷ്ണൻ അടുക്കം രചിച്ച മലയുടെ മക്കൾ എന്ന പുസ്തകമാണിത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ കഥയാണിത്. തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയ ഒരു ജനത. ഇവിടെ നാടിൻ്റെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങൾ, കേരളത്തിൻ്റെ മനോഹര പ്രദേശങ്ങളിൽ നിന്ന് മലമുകളിലേക്ക് കുടിയേറി പാർക്കുകയും അവിടെ ചെന്ന് കൃഷി ചെയ്യാവുന്ന എല്ലാം കൃഷി ചെയ്ത് അവിടെ പ്രകൃതിയെ വെല്ലുവിളിച്ച് പ്രകൃതിയെ കീഴടക്കി ജീവിക്കുകയും ചെയ്തിട്ടും ആധുനിക മനുഷ്യൻ്റെ ചരിത്രത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഒരു ജനതയുടെ കഥയാണിത്. അവർ കൃഷിയിലാണ് താല്പര്യം കാണിച്ചത്. അവർക്ക് അവിടെ അടുത്ത് സ്കൂൾ ഉണ്ടായിരുന്നില്ല, ആശുപത്രി ഉണ്ടായിരുന്നില്ല, സർക്കാർ ഓഫീസുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൃഷിയിടങ്ങളുണ്ടായിരുന്നു. ആ കൃഷിയിടങ്ങളിൽ നെല്ലും ചേമ്പും മരിച്ചീനിയും തിനയും ഒക്കെ കൃഷി ചെയ്തു. പണ്ടത്തെ കാലത്ത് ഈ ഒരു പുന്നം കൃഷി എന്ന രീതി ഉണ്ടായിരുന്നു. മലയുടെ ഒരു ഭാഗം വെട്ടി കൃഷി ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ വിളവെടുത്ത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം വെളുപ്പിച്ച് അവിടെ ചെയ്യും. അപ്പോൾ അപ്പോഴേക്കും ഇവിടെ ധാരാളം ചെടികളൊക്കെ വളർന്നത് നല്ല ഫലഭൂയിഷ്ടമായ തിരുവിടും. ഇങ്ങനെ മാറി കൃഷി ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ മാറ്റകൃഷിയുടെ രീതിയാണ് സ്വീകരിച്ചിരുന്നത്. അവരെക്കുറിച്ചാണ് കഥ. അവരുടെ ഒരു 80 വർഷത്തെ കഥയാണ് പറയുന്നത്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ കഥ. ആ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് അവരുടെ ഇടയിൽ വന്നു ചേർന്ന മാറ്റങ്ങൾ, അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികൾ, അവയെ നേരിട്ട രീതികൾ, അവ ഒരു ജീവിതം ഒരു സമൂഹം ഒരു ജീവിതം കെട്ടിപ്പടുത്തത് ശൈലി ഒക്കെ വളരെ മനോഹരമായാണ് ശ്രീ രാധാകൃഷ്ണൻ അടുക്കം ഈ പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നത്. ഇത് വളരെ ലീനിയറായിട്ടുള്ള ഒരു നരേറ്റീവ് ടെക്നിക്കുമാണ് ഉപയോഗിച്ചാണ് അദ്ദേഹം കഥ പറയുന്നത്. പണ്ടത്തെ കാലത്ത് എപ്പോഴും മനുഷ്യന് ഏറ്റവും ഇഷ്ടം കഥ പറയാനും കഥ കേൾക്കാനുമാണ്. ഒരുപക്ഷെ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള മനുഷ്യനായിരിക്കും. ആദ്യകാലത്തെ കഥ പറച്ചിലൊക്കെ ലീനിയർ നെറേറ്റീവാണ് ടെക്നിക്കും. അതേ കഥയാണ് പണ്ടുകാലം മുതൽ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ട് ശീലിച്ചു പോന്നിട്ടുള്ള ഒരു ലീനിയർ ടെക്നിക്കലാണ് അദ്ദേഹം കഥ പറഞ്ഞു പോരുന്നത്. സംഗീതത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത്, നിർരേഖാ സംഗീതത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തോടെ സഞ്ചരിക്കുക വളരെ എളുപ്പമാണ് താനും. അതിനേക്കാളൊക്കെ രസം ഈ കഥ വായിച്ചു തീരുമ്പോഴേക്ക് നമുക്ക് ഈ നമ്മുടെ മലമുകളികളെ കുറിച്ചിട്ട് ഒരുപാട് അറിവുകൾ കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ തൃണങ്ങളെക്കുറിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഈ മലമുകളിലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ചിട്ട് ഒക്കെ, മലകളെക്കുറിച്ചിട്ട് പോലും. ഇപ്പോൾ അദ്ദേഹം കുറേ മലകളുടെ പേര് തന്നെ ഈ കഥാപാത്ര സംസാരത്തിനിടെ പറയുന്നുണ്ട്. അടുക്കമല, ആടൂർമല, മൂർക്കാട്, കണ്ണിക്കമല, എടാടുമല, എടപ്പള്ളിമല, കോളപ്രവാഹം, മേലുകാവ്, കൂവപ്പള്ളി, കുടയത്തൂർമല, വെള്ളറ, വെള്ളാനി, ഇലവീഴ പൂഞ്ചിറ എന്നൊക്കെയുള്ള പേരുകൾ പറഞ്ഞുകൊണ്ട്. ഈ മേലുകാവിലെ ഇലവീഴ പൂഞ്ചിറയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതിമനോഹരമാണ് ഇലവീഴ പൂഞ്ചിറയും മേലുകാവ് പ്രദേശമൊക്കെ. അതുപോലുള്ള ഒരുപാട് പ്രദേശങ്ങളെക്കുറിച്ച് നമുക്കൊരു നേരിട്ട് പോകുന്ന അനുഭവമുണ്ട് ഇത് വായിച്ചു പോകുമ്പോൾ. അതുപോലെ ആ ജനതയുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, എല്ലാ മുഖങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അവരുടെ വിവാഹങ്ങളെക്കുറിച്ചിട്ട്, അവരുടെ മരണങ്ങളെക്കുറിച്ചിട്ട്, അപ്പുറത്തെ ചടങ്ങുകളെക്കുറിച്ചിട്ട്, ഈ അവരുടെ മാനസികമായിരിക്കുന്ന ഒരു അവസ്ഥ വിശേഷങ്ങളെക്കുറിച്ചിട്ട്, അവരുടെ പേരുകളെക്കുറിച്ചിട്ട് പോലും നമ്മൾ കേട്ടിട്ടില്ലാത്ത ശ്രദ്ധിച്ചില്ലാത്ത പേരുകൾ ഒരുപാടുണ്ടാകും കൂട്ടത്തിൽ. കുഞ്ഞു പെണ്ണ് കണ്ട, കുഞ്ഞു കൊച്ച്, ഇളയച്ചി, ശങ്കരൻ, പിന്നെ ശിവനന്ദനൻ, കല്യാണം മുതലായ പുതിയ തലമുറപ്പെട്ട ആൾക്കാരൊക്കെ ആയിട്ട് ഇത് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ പ്രകൃതിയോട് ഇങ്ങനെ മല്ലിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അത് മതിയാക്കിയിട്ട് ദൂരെ പട്ടണത്തിൽ പോയി പഠിച്ച് വലിയ ഉദ്യോഗങ്ങൾ എത്തിയിട്ടുള്ളവരുമുണ്ട് ഈ സമൂഹത്തിൽ നിന്ന്. അവർ വല്ലാത്തൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിൽ പെട്ടുപോയിട്ട് നമുക്ക് മനസ്സിലാവും. രസകരമായി നമ്മളൊക്കെ അനുഭവിക്കുന്ന പോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഒരു സ്വത്ത് പ്രതിസന്ധി. ഇവിടെ നിൽക്കണോ തിരിച്ചു പോകണം എന്നുള്ളത്. ഈ കഥ തുടങ്ങുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കർക്കിടക ദിവസമാണ്. ഈ കോളുകൊണ്ട കർക്കിടകത്തിന് ദിവസം ഇതിനകത്ത് ഇളയച്ചൻ ശങ്കരനും വീട്ടിലിരിക്കുന്ന പോലെയാണ്. തീരുന്നത് അതിൻ്റെ മകനായ ശിവനന്ദനൻ പട്ടണത്തിൽ നിന്ന് വന്ന് അച്ഛനെ ചികിത്സിക്കാൻ ശ്രമിച്ചിട്ട് അച്ഛൻ മരിച്ചുപോയി, അമ്മ നേരത്തെ മരിച്ചുപോയി.
പക്ഷേ എന്നിട്ടും ശിവാനന്ദന് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ശിവാനന്ദൻ. അല്ലാത്ത ഒരു നിൽക്കാൻ സാധിക്കുന്നില്ല, അത് മടങ്ങി പോകേണ്ടി വരുന്നു. പക്ഷെ മടങ്ങി പോകുമ്പോൾ നമുക്കൊക്കെ വിഷമം തോന്നും, ശിവാനന്ദൻ മടങ്ങി പോയി കഴിഞ്ഞാൽ ഒരു സംസ്കൃതി തന്നെ ഇല്ലാതെ ആവുകയല്ലേ എന്ന്. അല്ല, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയുടെ കണ്ണൻ അവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. കണ്ണൻ മാത്രമാവും. കിഴക്കേ മലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചുയർന്നിരുന്നു. പതിവ് പോലെ കൃഷിക്കാരെല്ലാം പല സ്ഥലങ്ങളിലെ ചിന്നിച്ചേറി കിടന്ന തുണ്ടുഭൂമികളിൽ കൃഷിപ്പണിക്കായി പോയി തുടങ്ങിയിരുന്നു. അവരുടെ കിളപ്പാട്ടിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ശൈലാനന്ദൻ കുടുംബത്തോടൊപ്പം തൻ്റെ ജോലിസ്ഥലമായ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. കണ്ണൻ പോകുന്നില്ല. അങ്ങനെ വളരെ രസകരമായ ഒരു സംസ്കൃതിയുടെ ഒരു വല്ലാത്തൊരു വൃത്തം പൂർത്തിയാക്കുന്നതിൻ്റെ കഥയാണ് ഇതിനുള്ളത്. ആകെ 194 പേജേ ഉള്ളൂ. 100 പേജ് പോലും തികച്ചില്ല. നമുക്ക് വായിക്കാൻ വളരെ എളുപ്പം വായിച്ചു തീർക്കാൻ പറ്റും. 180 രൂപ എൻ്റെ പുസ്തകത്തിന് വിലയിട്ടിട്ടുള്ളൂ. അതിൽ തന്നെ 20% ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ. ഇത് ശ്രീ ബി എസ് ബാലചന്ദ്രൻ ചെയർമാൻ സദ്ഭാവന ട്രസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. തമ്പാൻ സാറാണ് ചീഫ് എഡിറ്റർ. ഈ സിന്ധുവാണ് പ്രോഗ്രാം ഓഫീസറായിട്ട് പബ്ലിക്കേഷൻ ഓഫീസർ ഉണ്ടായിരുന്നത്. സുഗീതയാണ് എൻ്റെ പ്രസിഡന്റ്. ഡോക്ടർ സുഗീത വേറൊരാൾ. ഈ മനോഹരമായി കവർ ചെയ്തിരുന്ന ശ്രീകുമാറാണ്. വളരെ മനോഹര കവറാണിത്. ഇത് ഏറ്റവും പറ്റിയ മറ്റുള്ളൊരു കവറുമാണ് ഇതിനുള്ളത്. അപ്പോൾ ഏതാണ്ട് 20% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വായിക്കണം. സദ്ഭാവന ട്രസ്റ്റിൻ്റെ സ്റ്റാൾ ഇവിടെ തന്നെയുണ്ട്. പോകണം, നിങ്ങളെല്ലാവരും പോകണം, ഈ പുസ്തകം വാങ്ങിക്കണം, വായിക്കണം. താങ്ക് യു ഓൾ. അടുത്തായി ഡോക്ടർ പി ചന്ദ്രമോഹൻ സാറിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ബാലചന്ദ്രൻ, മുഖ്യ പ്രഭാഷകൻ നടത്തിയ ശ്രീ MR തമ്പാൻ, മലയുടെ മക്കളെന്ന പുസ്തകം ഇതിൻ്റെ പ്രകാശനം ചെയ്ത ശ്രീ രാധാകൃഷ്ണൻ, ശ്രീമതി ഡോക്ടർ സുഗീത, ഗ്രന്ഥകർത്താക്കളായ രാധാകൃഷ്ണൻ അടുക്കം, ഡോക്ടർ ദയാനന്ദ ബാബു, ശ്രീമതി സിന്ധു സുരേഷ്. ഞാനിവിടെ പ്രകാശനം ചെയ്ത പുസ്തകം ഡോക്ടർ ദയാനന്ദ ബാബു എഴുതിയ സ്നേഹവും കരുതലും തന്മയീ ഭാവവും. ശരിക്ക് ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആരോഗ്യ പ്രവർത്തകന്, ഡോക്ടറായാലും നഴ്സായാലും ഈവൻ ഈ രോഗികളെ കൊണ്ടുപോകുന്ന അറ്റൻഡറായാലും ആവശ്യം ഉണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങളാണിതിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പുസ്തകത്തിൽ 21 അധ്യായങ്ങളുണ്ട്. അതിൽ ഒക്കെയും അദ്ദേഹത്തിൻ്റെ ചികിത്സാ അനുഭവങ്ങളുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു വിവരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡോക്ടർ ദയാനന്ദ ബാബു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സമാനതകളുള്ള ഒരു വ്യക്തിയാണ്. സമാനതകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് ഒരു പ്രായക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് MBBS ഞങ്ങളുടെ ആക്ച്വലി 1966 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ MBBS ചേരുന്നത്. ഞങ്ങളുടെ ഷഷ്ടിത്വപൂർത്തി ഞങ്ങളുടെ ഷഷ്ടിത്വപൂർത്തിയല്ല, ഞങ്ങൾ ഈ മെഡിക്കൽ രംഗത്ത് വന്നതിൻ്റെ ഷഷ്ടിത്വപൂർത്തി ഈ വർഷത്തിൽ നമ്മൾ ആചരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ മറ്റ് സഹപാഠികൾ 3 പേര് ഇവിടെ ഇരിപ്പുണ്ട്. 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഡോക്ടർ വിലാസിനി, ഡോക്ടർ മോഹൻ ജോൺ മാത്യു, അതുപോലെ സുന്ദരേശൻ ഞങ്ങൾ 1 വർഷം സീനിയറാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ പുസ്തകം ശരിക്കും വായിക്കേണ്ടത് നമ്മുടെ ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും നഴ്സുമാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരാണ്, മെഡിക്കൽ പ്രൊഫഷണൽസ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ അനുഭവങ്ങളാണിതിൽ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഞങ്ങൾ 2 പേരും വർക്കലക്കാരാണ്. അപ്പോൾ 2 പേരും ഈ ശ്രീനാരായണ ദർശനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ, ഈ ടൈറ്റിൽ കണ്ടപ്പോൾ, അതായത് സ്നേഹവും കരുതലും തന്മയീ ഭാവവും അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ഈ അനുകമ്പ ദശകം, അരുൾ അൻപ് അനുകമ്പ. ശരിക്ക് അതിലിതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ഈ ഓരോ ചാപ്റ്ററിലും ഓരോ സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഞാൻ ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഈ ബുക്ക് എല്ലാവരും വായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർമാർ മാത്രമല്ല, മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, നഴ്സുമാരും എല്ലാം, ഇവരെ ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ കഴിഞ്ഞ് രോഗികൾക്കും അറിയേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ. നമ്മളെങ്ങനെയാണ് ഒരു ഇൻഫോംഡ് കൺസെൻറ്റ് കൊടുക്കുക, നമ്മൾ ഒരു ശസ്ത്രക്രിയക്ക് പോകുമ്പോൾ ശസ്ത്രക്രിയക്ക് അനുവാദം കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊരു അവബോധം രോഗിയിൽ സൃഷ്ടിക്കുന്നതിന് അതിനുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാ വിഭാഗങ്ങളും ഈ ആശുപത്രിയിലെ രോഗചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
അടുത്തായി ഡോക്ടർ ബി സുഗീത ടീച്ചർ. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തമ്പാൻ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൽ മലയുടെ മക്കൾ എന്നുള്ള പുസ്തകം നേരത്തെ തന്നെ ഞാൻ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 2ാമത്തെ പുസ്തകം ഇവിടെ വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് അതിലൊന്ന് മറിച്ച് നോക്കാൻ കഴിഞ്ഞത്. എങ്കിലും 2 പുസ്തകങ്ങളെക്കുറിച്ചും ആമുഖമായി വളരെ വിശദമായി പുസ്തക പ്രകാശനം ചെയ്തവരിവിടെ സംസാരിക്കുകയുണ്ടായി. രാധാകൃഷ്ണൻ സാറിൻ്റെ പുസ്തകം ഇതിനു മുമ്പുള്ള പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, അതിലെ കഥകളിലൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു നല്ല കർഷകൻ്റെ മകനായിരുന്നു. ആ ഒരു കൃഷിയുടെ ലാളിത്യവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഭാഷയുടെ പ്രയോഗവും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലുള്ള സുതാര്യതയും ഒക്കെ തന്നെ വായനക്കാരെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ മലയുടെ മക്കൾ എന്നുള്ള പുസ്തകവും അതിൽ നിന്നും വ്യത്യസ്തമല്ല. വളരെ രസകരമായി അദ്ദേഹം മലയുടെ മക്കളുടെ ചരിത്രവും അതുപോലെ തന്നെ അവരുടെ ചരിത്രവും ജീവിതവും ഒരുപോലെ വായിച്ചെടുക്കാവുന്ന ഒരു കൃതിയാണത്. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ദയാനന്ദബാബു സാറിൻ്റെ പുസ്തകം ചന്ദ്രബാബു സാർ പറഞ്ഞതുപോലെ അതിൻ്റെ ടൈറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് സ്നേഹവും കരുതലും തന്മയീഭാവവും എന്ന് പറഞ്ഞൊരു ടൈറ്റിലിൽ ഇന്നത്തെ കാലത്ത് പുസ്തകം ഇറങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇന്ന് എല്ലാവരും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലാണ്. AI ഉപയോഗിച്ചിട്ടാണ് ഇന്ന് രോഗം നിർണ്ണയിക്കുന്നത് പോലും AIയുടെ സഹായത്തോടു കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഡോക്ടറുടെ സ്നേഹത്തെക്കുറിച്ചും ഡോക്ടറിൻ്റെ സ്നേഹസ്പർശത്തെക്കുറിച്ചും അതുപോലെ രോഗിയെ കേൾക്കാനുള്ള ഡോക്ടറുടെ മനസ്സിനെക്കുറിച്ചുമൊക്കെ പറയുന്നത്. അതൊന്ന് മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ അനുഭവം ഉണ്ടാവും. എനിക്ക് ഏകദേശം ഒരു MA ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ പനി വന്നാൽ ഒരു ഡോക്ടറെ കണ്ടാൽ മാത്രമേ പനി പോകുള്ളൂ. വേറെ ഏത് ഡോക്ടറെ കണ്ടാലും പനി മാറില്ല, എന്ത് മരുന്ന് കഴിച്ചാലും മാറില്ല. നമ്മൾക്കിഷ്ടമുള്ള ഒരു ഡോക്ടറെ കാണണം. ആ ഡോക്ടറെ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മതി, മരുന്ന് എഴുതിയാൽ മതി, കഴിക്കുക പോലും വേണ്ട, കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രോഗം മാറും. അതിൻ്റെ ഒരു ഡോക്ടർ ഒരു രോഗിയോടൊപ്പം ഒരു തന്മയീഭാവം ഉണ്ടായിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റ്, രോഗിക്കുണ്ടാകുന്ന ഒരു ഇഫക്റ്റ്, അത് എത്ര തന്നെയെന്ന് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതല്ല. അത് അദ്ദേഹം ഒരു സർജൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണ്. അദ്ദേഹത്തിനും ഇനിയും എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സദ്ഭാവന ട്രസ്റ്റിനെയും അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ പുസ്തകം വളരെ ഭംഗിയായി അച്ചടിക്ക് അതിൻ്റെ DTPയും കവർ ഡിസൈനും ഒക്കെ നിർവഹിച്ച ബിയോണ്ട് ശ്രീകുമാറിനെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ഗ്രന്ഥകർത്താവായ ഡോക്ടർ ശ്രീ രാധാകൃഷ്ണൻ അടുക്കം സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ MR തമ്പാൻ സാർ, പുസ്തക പ്രകാശനം നടത്തിയിട്ടുള്ള ഡോക്ടർ S രാധാകൃഷ്ണൻ സാർ, അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം സ്നേഹവും കരുതലും തന്മയീഭാവവും പ്രകാശനം ചെയ്ത ഡോക്ടർ P ചന്ദ്രമോഹൻ സാർ, ഈ 2 പുസ്തകങ്ങളും സ്വീകരിച്ച ഡോക്ടർ B സുഗീത ടീച്ചർ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന മാന്യ വ്യക്തികളെ, ഞാൻ ഈ മലയുടെ മക്കൾ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മലകളിൽ താമസിച്ച ചെറുകിട കർഷകരെ സംബന്ധിച്ചുള്ളതാണ്. അവർ അവിടെ ചെന്നുപെട്ടതിനെ സംബന്ധിച്ചു ഒക്കെ അറിയാവുന്ന, നേരത്തെ പറഞ്ഞു ആൾക്കാർ, അവരൊക്കെ പണ്ട് സംഘകാലത്ത് നിങ്ങൾക്കറിയാം തിണകളുണ്ടായിരുന്നു, 5 തിണകൾ അല്ലെങ്കിൽ പഞ്ചനില വ്യവസ്ഥ. ആ 5 തിണകളിൽ കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ കടൽ തീരം. അപ്പോൾ അവിടെ ഇവർ മാറി താമസിച്ചുകൊണ്ടിരുന്ന, മലകൾ ഒന്നുമല്ല നാടുകളിലൊക്കെ താമസിച്ചിരുന്നത്.
പിന്നീട് എങ്ങനെയോ ഇവർ പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ മലകളിലോട്ട് കയറി അവിടെ താമസം തുടങ്ങി. അവിടെ താമസം തുടങ്ങിയപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. അവർ സാവധാനം കൃഷി തുടങ്ങി, പല പല കൃഷികൾ ചെയ്തു. ഭക്ഷ്യധാന്യങ്ങളും അതുപോലെ കിഴങ്ങുവർഗ്ഗങ്ങൾ ഇതെല്ലാം കൃഷി ചെയ്ത് അവർ ജീവിച്ചു. നെല്ല്, തിന, ചാമ, കുറുമ്പൽ എന്നിവയൊക്കെയായിരുന്നു അവരുടെ പ്രധാന ആഹാരങ്ങൾ. പക്ഷേ അതുകൊണ്ട് അവർക്ക് ഫെർട്ടിലൈസേഴ്സ് അല്ല, വെറും പച്ചില വളം കൊണ്ടാണ് അവർ ഈ കൃഷികളെല്ലാം ചെയ്തത്. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ കൂടുതലൊന്നും ബാധിച്ചില്ല. പക്ഷേ ഒരു കാര്യം, അവർക്ക് ദാരിദ്ര്യമില്ലായിരുന്നു, എങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരുന്നു. അതായത് ആശുപത്രിയില്ല, സ്കൂളില്ല, കറണ്ടില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ജീവിതം. അതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വേറെ കൂടുതലായിട്ടൊന്നും അതിലില്ല. പിന്നെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സഹായിച്ച DTP വർക്സ് എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ബിയോണ്ട് ശ്രീകുമാറും അവിടുത്തെ ജീവനക്കാരും ോടും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സന്മനസ് കാണിച്ച സദ്ഭാവന ട്രസ്റ്റിനോടും അതിൻ്റെ ചെയർമാൻ ബാലചന്ദ്രൻ സാറിനോടും അതിൻ്റെ MD തമ്പാൻ സാറിനോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി പ്രൊഫസർ ഡോക്ടർ ദയാനന്ദ ബാബു സാറിനെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ആദ്യമേ തന്നെ സദ്ഭാവന ട്രസ്റ്റിന്, അതിൻ്റെ ഇതിൻ്റെ ഓർഗനൈസേഴ്സിനും, MR തമ്പാൻ ഉൾപ്പെടെയുള്ള, സിന്ധു ഉൾപ്പെടെയുള്ള, ബിയോണ്ട് ശ്രീകുമാർ, എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തകത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, പുസ്തകം വായിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കും. ഒരു സംഗതി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞൊരു മാസിക ട്രിവാൻഡ്രത്ത് നിന്ന്, ഒരു ഫെർണാണ്ടസ് ആയിരുന്നു എൻ്റെ എഡിറ്റർ. അദ്ദേഹത്തിന് ഞാനൊരു ഇതേ കണക്കൊരു സാമ്പിൾ എഴുതി അയച്ചു. അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു. അത് തുടരാൻ എനിക്ക് തന്ന പ്രോത്സാഹനം. അങ്ങനെ പല ആർട്ടിക്കിളും അതിൽ പ്രസിദ്ധീകരിച്ച് അതിൽ പബ്ലിഷ് ചെയ്ത സാധനങ്ങളാണ് ഇതിലുള്ളത്. എല്ലാവർക്കും നന്ദി. ഇവിടെ വന്ന് സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി പറയുന്നതിന് ശ്രീമതി സിന്ധു സുരേഷ്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് വിജയിപ്പിച്ച വേദിയിലെയും സദസ്സിലെയും എല്ലാ വ്യക്തികൾക്കും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.